ബിജെപിയുടെ തുടർച്ചയിൽ കോൺഗ്രസും രാജ്യത്തെ നിരാലംബരായ മനുഷ്യരുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുമ്പോൾ കേരളത്തിൽ LDF നയിക്കുന്ന ഒരു സർക്കാർ എങ്ങനെയാണ് സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്നത് എന്നതിന്റെ നേർക്കാഴ്ചയിലേക്കാണ് ഇനി പോകുന്നത്. മുണ്ടക്കൈ ചൂരൽമലയിലെ സമാനതകളില്ലാത്ത ദുരന്തം അനുഭവിച്ച മനുഷ്യർക്കുള്ള സർക്കാരിന്റെ ടൗൺഷിപ്പിന്റെ പ്രവർത്തനം ഇതാ പുരോഗമിക്കുന്നു. 210 വീടുകളുടെ കോൺക്രീറ്റാണ് പൂർത്തിയായിട്ടുള്ളത്. 2000-ലധികം തൊഴിലാളികളാണ് രാപ്പകൽ ഭേദമില്ലാതെ ടൗൺഷിപ്പ് പൂർത്തീകരണത്തിന്റെ പ്രവർത്തികൾ ദ്രുതഗതിയിൽ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ നിന്നുള്ള കാഴ്ചകൾ കൂടി കാണാം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പേരിൽ ഫണ്ട് പിരിച്ച കോൺഗ്രസ് നേതൃത്വത്തിനും ടി സിദ്ദിഖ് MLAക്കും അവരുടെ പേരിൽ വീട് നിർമ്മാണം തുടങ്ങണമെന്ന ആഗ്രഹം വന്നതേയുള്ളൂ. എന്നാൽ സർക്കാർ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ദുരന്തബാധിതർക്കായി നിർമ്മിക്കുന്ന വീടുകളുടെ എണ്ണം ഏകദേശം പൂർത്തിയാവുകയായി. 210 വീടുകളുടെ കോൺക്രീറ്റ് പ്രവർത്തനങ്ങളാണ് ഇവിടെ പൂർത്തിയായത്. കൽപ്പറ്റ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് പ്രകൃതി ഭംഗിയടക്കം ചേർന്ന എൽസ്റ്റൺ എസ്റ്റേറ്റിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി സർക്കാർ ഒരുക്കുന്ന വീടുകൾ ഉയർന്നു കഴിഞ്ഞു. 210 വീടുകളുടെ കോൺക്രീറ്റ് പൂർത്തിയായി. 410 വീടുകളാണ് ലോകോത്തര മാതൃകയായ ടൗൺഷിപ്പിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. വീടുകളുടെ പില്ലറുകൾ, 72 വീടുകളുടെ ചുമരുകൾ, പ്ലാസ്റ്ററിംഗ്, കോമ്പൗണ്ട് വാളുകൾ തുടങ്ങി 5 സോണുകളിൽ ഒരുപോലെ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. വീടുകളുടെ പണി ഒരു ഭാഗത്ത് പൂർത്തിയാവുമ്പോൾ റോഡുകൾ, ജലസേചന പദ്ധതികൾ തുടങ്ങി ടൗൺഷിപ്പിനോടനുബന്ധിച്ച് മറ്റ് പ്രവൃത്തികളും പുരോഗമിക്കുകയാണ്. 1400 തൊഴിലാളികളാണ് ഡിസംബറിലെ തണുപ്പിനെ വകവെക്കാതെ രാവും പകലും അറിയാതെ ഇതുവരെ പണിയെടുത്തത്. ഇപ്പോൾ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി തൊഴിലാളികളുടെ എണ്ണം 2000-ആയി വർദ്ധിപ്പിച്ചു. ജനുവരി പകുതിയോടെ ദുരന്തബാധിതരുടെ സ്വപ്ന സാക്ഷാത്കാരമായി ടൗൺഷിപ്പ് മാറും. വയനാട് നിന്നും ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.